ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് കിച്ചണിലാണ്. ഇപ്പോൾ രാവിലെ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നൂൽപുട്ടായിരുന്നു. അപ്പോൾ ഞാനും താത്തയും ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാട്ടോ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ നമ്മളിപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താത്താക്കാണെങ്കിൽ എക്സാം ആവാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾക്ക് അങ്ങനെ കിച്ചണിലൊന്നും പണിയെടുക്കാൻ ഇനി സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളും ചെയ്യണം, അതിന് കൂടെ തന്നെ കിച്ചണിലെ പണിയൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് എൻ്റെ വീടിനടുത്തുള്ളൊരു കുട്ടിക്ക് ഒരു ചിത്രം വരച്ചെടുക്കാനുണ്ടായിരുന്നു. ഓൻ അതിൻ്റെ തലേ ദിവസം കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ചിത്രം ഞാൻ രാത്രി തന്നെ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് കളർ എടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കളർ എടുത്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ട് അരി ഇടാന്ന് വിചാരിച്ച് അങ്ങനെ അരി ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞാലാണല്ലോ നമുക്കൊന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചോറിനൊക്കെ അരി ഇട്ട് കൊടുത്തു. അങ്ങനെ തീയൊക്കെ കത്തിച്ച് നമ്മൾ കുറച്ച് നേരം പിന്നെ അത് വേകുന്നവരെ കാത്തിരുന്നു. ആ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് ചക്ക കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഫേസ് പാക്കും കൂടി അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ക്യാരറ്റും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഫേസ് പാക്ക് റെഡിയാക്കി അതൊക്കെ അപ്ലൈ ചെയ്തു. പിന്നെ എൻ്റെ സ്ഥിരം പരിപാടിയായിട്ടുള്ള ക്ലീനിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അടുക്കി പൊറുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു. അത് പിന്നെ എനിക്ക് എല്ലാ ദിവസവും ഉണ്ടാകുന്ന എൻ്റെ പണിയിൽ വിട്ടാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പുറത്തെ റൂമിലേയും പോയിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി കൊടുത്തു. അപ്പോൾ താത്താക്ക് എക്സാം ആയതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പണി വന്നത്. അല്ലെങ്കിൽ താത്ത തന്നെ കേട്ടോ അധികം കിച്ചണിലെ പണി ഉമ്മില്ലെങ്കിൽ എടുക്കാറ്. പിന്നെ ഫേസ് പാക്കൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ വന്നപ്പോക്കും ഉപ്പതേ കടയിൽ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റേഷൻ കടയിലും പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും കിട്ടിയ അരിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ തേങ്ങ ചിരകി കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് അതൊക്കെ ഒന്ന് ഊറ്റി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കൂട്ടാൻ ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെണ്ടയ്ക്ക ഒന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കുറേ ഐറ്റംസ് ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. പക്ഷേ എന്നാലും എൻ്റെ അടുക്കളയിലെ പണിയൊക്കെ തീർന്നപ്പോഴേക്കും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം. അപ്പോൾ നമ്മുടെ ഉമ്മാർ തന്നെ എല്ലാ പണി എടുക്കുമ്പോൾ അത് അവരുടെയും തീരൂല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സമയം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മീൻ പൊരിക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക ഇപ്പം ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മീൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അതായത് വീഡിയോ എടുക്കലും പിന്നെ ഈ ഒരു പണി എല്ലാം കൂടെ നടക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. വാഴക്കുപ്പേരി, അതുപോലെ തന്നെ മീൻ, വെണ്ടയ്ക്ക, അതുപോലെ തന്നെ ഇത് നല്ല എരിയുണ്ടെങ്കിൽ കഴിക്കാമെന്ന് വെച്ചിട്ട് പഴം വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഒരു കറി ഉണ്ടായിരുന്നു അതിക്ക്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അതായത് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 12:30 ആ ഒരു സമയത്തൊക്കെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുറേ പാത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ കഴുകി കൊടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ആ ഒരു സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുവാണ്. അല്ലെങ്കിൽ പിന്നെ ഉമ്മ വരുമ്പോൾ പറയും ഞാൻ പോയ സമയത്തുള്ള അടുക്കള അല്ലല്ലോ ഇതാകെ തല തിരിച്ചിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ നല്ലപോലെ തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിൻ്റെ ഫ്ലോറും കൂടി ഒന്ന് അടിച്ചു വാരി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനിടയ്ക്ക് പോയിട്ട് പിന്നെ ഞാൻ നമ്മുടെ അപ്പുറത്തൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് കുളിച്ച് റെഡി ആയിട്ടു. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.